ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇറങ്ങാൻ ഇനിയും 18 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 17-ാം തീയതിയോടുകൂടി സിനിമയുടെ ബുക്കിംഗ് തിയേറ്ററുകളിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഓൺലൈൻ ബുക്കിംഗ് അന്നത്തോടെ തുടങ്ങും. അതിഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ 300ഓളം ഫാൻ ഷോകളാണ് സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ സിനിമയുടെ ട്രെയിലർ വരാൻ പോവുകയാണ്. 15-ാം തീയതിയോടെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗ്രാൻഡ് റിലീസായിട്ട് തന്നെയാണ് ട്രെയിലർ വരാൻ പോകുന്നത്. 3 മിനിറ്റും 58 സെക്കൻഡുകളുമുള്ള ആ ഒരു ട്രെയിലറിന് വേണ്ടി ഏറെയും ആളുകൾ കാത്തിരിക്കുകയാണ്. ചാനൽ ഇതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ്. ദുൽഖറിൻ്റെ ഒരു ബിഗ് പ്ലാനുമായിട്ടാണ് വരാൻ പോകുന്നത്. ദുൽഖർ മലയാളത്തിലേക്കുള്ള തിരിച്ചു വരവ് ഒരു അമ്മാതിരി വരവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ വന്ന കിങ് ഓഫ് കൊത്ത ഒരു പരാജയമാണെങ്കിൽ പോലും സിനിമയ്ക്ക് 40 കോടിയോളം കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് യൂത്ത് വിങ്ങിലും സീനിയർ വിങ്ങിലും ഇത്രത്തോളം കളക്ഷൻ നേടാൻ കഴിയുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ് ദുൽഖർ എന്ന് തന്നെ പറയാം. ദുൽഖറിൻ്റെ ഈ ഒരു സിനിമ വരാൻ പോകുന്നത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, അതായത് ദുൽഖർ ചെയ്യുന്ന സിനിമകളെല്ലാം തന്നെ മൾട്ടി ലാംഗ്വേജിലാണ് വരുന്നതെന്നാണ്. ഇതിപ്പോൾ ഹിന്ദി സിനിമ ചെയ്താലും തമിഴ് സിനിമ ചെയ്താലും തെലുങ്ക് സിനിമ ചെയ്താലും ദുൽഖറിൻ്റെ സിനിമകളെല്ലാം തന്നെ 4-5 ഭാഷയിൽ വരും. അങ്ങനെ മലയാളത്തിലേക്ക് വരുമ്പോൾ, വീണ്ടും തിരിച്ചു വരുമ്പോൾ ഐ ആം ഗെയിം എന്ന ചിത്രത്തിലൂടെ വരുന്നത് നമുക്ക് ആ ഒരു പ്രതീക്ഷ തന്നെയാണ്. നഹാസ് ഹിദായത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന ആ ഒരു ചിത്രം ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ പല AI പോസ്റ്ററുകൾ വരുമ്പോഴും അതും കൊടുമ്പിരി കൊണ്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഗംഭീര വിരുന്നാണ് ഒരുക്കിക്കൊണ്ട് ഇരിക്കുന്നതും. രേഖാചിത്രം OTTയിൽ വന്നപ്പോൾ കൂടുതൽ ജനങ്ങളും പറയുന്നു മമ്മൂട്ടിയുടെ പ്രസൻസ് ഒന്നുകൊണ്ട് മാത്രം വിജയിച്ചു ഈ ഒരു സിനിമ എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായ ഘടകം ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേഖാചിത്രത്തിൻ്റെ കഥ തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്ന. വലിയ സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സാധാരണ ലോ പേസിൽ പോകുന്ന, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല ഒരു സിനിമ എന്നുള്ളതാണ്. പക്ഷേ മമ്മൂട്ടിയുടെ പ്രസൻസ് ഈ സിനിമയെ വലിയ രീതിയിൽ ലിവറേജ് ചെയ്തു എന്നുള്ളത് ഇന്ന് തിയേറ്ററുകളിൽ പോയി കാണാത്ത ജനങ്ങൾ പോലും ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ തന്നെ പറയുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ആ ഒരു AI അല്ലെങ്കിൽ അനിമേറ്റഡ് AI ആയിട്ടുള്ള മമ്മൂട്ടിയുടെ ആ ഒരു പ്രസൻസ് തന്നെയാണ് സിനിമയ്ക്ക് വലിയ രീതിയിൽ ഉള്ള വിജയം കൊയ്യാൻ സമ്മാനിച്ചത്. അതുമാത്രമല്ല, നമ്മളുടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ കോടികൾ മുടക്കി ഈ AI ക്യാരക്ടറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ചെറിയ സിനിമയിൽ വലിയ രീതിയിൽ മികച്ച രീതിയിലുള്ള ആ ഒരു AI ക്യാരക്ടർ അതിഗംഭീരമാക്കിയിരിക്കുന്നു. എന്താണെങ്കിലും സിനിമ വമ്പൻ വിജയമായതിൽ ഏറിയ പങ്കും കഥയ്ക്കും പിന്നീടൊരു പങ്ക് മമ്മൂട്ടിക്കും തന്നെയാണ് ലഭിക്കുന്നത് എന്ന് OTT കാണുന്ന പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഒറ്റയ്ക്ക് മമ്മൂട്ടിയും കൂട്ടത്തോടെ മോഹൻലാലും എത്തുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.